ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. ലഞ്ചിന് വേണ്ടി എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് രാവിലെ ഇതിലെ കൂടെ പോയ മീനാണ് വാങ്ങിച്ചത്. കണ്ണനയിലാണ് എനിക്ക് കിട്ടിയതെന്ന്. ഇന്ന് അത് വെച്ച് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. നമ്മൾ കത്രികയൊക്കെ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അത് 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ആദ്യം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയാണ് എടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കൊച്ചുള്ളി ഇതൊക്കെ അത്യാവശ്യമായിട്ട് വേണം. അതൊക്കെ എടുത്ത് നല്ലപോലെ സെറ്റാക്കി വെച്ചു. അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. പക്ഷേങ്കിൽ ഇത് കണ്ട വെളിച്ചെണ്ണയെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ രാവിലത്തെ തണുപ്പ് അതുപോലെയല്ലേ, അത്രയും തണുപ്പുണ്ട്. ഇതൊക്കെ ഒഴിച്ചു ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സാധാ വെളിച്ചെണ്ണയുടെ രൂപത്തിലെത്തിയിരിക്കും. കാരണം ഇത് രാവിലെ ഭയങ്കര തണുപ്പല്ലേ, അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഞാൻ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അടുപ്പിലിരിക്കുന്നതൊക്കെ ഒന്ന് വഴണ്ടി വന്ന് കാണും. അപ്പോൾ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു പൊടിയുടെയൊക്കെ ഒരു കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 2 പുളി വാളംപുളി നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി മോര് കാച്ചാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി തേങ്ങ പൊട്ടിക്കുവാണ് ഞാൻ ഇപ്പം. കുറച്ച് തേങ്ങ തിരുമി കുറച്ച് തേങ്ങ മാത്രം തിരുമുവാണ് ഇനിയിപ്പം. മോരിന് വേണ്ടി അത് ഞാൻ തേങ്ങ തിരുമി. പിന്നെ ഈ തേങ്ങ തിരുമി അവിടെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിക്കുള്ള ആ ഒരു ഗ്രേവി തിളച്ചു തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് ആ മീനൊക്കെ ഒന്ന് പറക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തട്ടാത്ത രീതിയിൽ, ഒന്ന് അധികം ഇളകി പോകാത്ത രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് വേണ്ടി അടുത്തതായിട്ട് കറിവേപ്പിലയാണ് അത്യാവശ്യം. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ പൊട്ടിച്ചെടുത്താൽ മതി. അതൊന്ന് കഴുകി അതൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കും അടുത്ത ജാറെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊച്ചുള്ളിയും അതുപോലെ ജീരകവും കുറച്ച് വെള്ളവും കൂടെ എടുത്ത് പേസ്റ്റ് ആക്കുന്നുണ്ട് മോരിനായിട്ട്. എന്നിട്ടത് മോരിൻ്റെ ആ കലത്തിലോട്ട് ഒഴിച്ചു. പിന്നെ നമുക്ക് തൈരൊന്ന് അടിച്ചെടുക്കണമായിരുന്നു. തൈരും കൂടെ കുറച്ച് തൈരെടുത്തിട്ട് അതും അടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. കുറച്ച് മതിയല്ലോ. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ കലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് തീ കത്തിച്ച് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ മീൻകറി സെറ്റാവുന്നുണ്ട്. അതൊന്ന് തിളച്ച് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മുടെ കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി. പിന്നെ അടുത്തത് 2 മീനുണ്ടായിരുന്നു. ആ മീൻ കറി വെച്ചതിൻ്റെ ബാക്കി 2 മീൻ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് വറക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ കുറച്ച് എണ്ണ വെച്ച് അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ മീൻകറി സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ